സ്വാഭാവികമായി നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു പാളിച്ചയാണ്. പ്രശ്നങ്ങളുടെ ആധിക്യം കൂടുമ്പോൾ ഒന്നില്ലെങ്കിൽ വിശ്വാസം ക്ഷയിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ക്ഷയിക്കും. പിശാചിന്റെ ഏറ്റവും വലിയ കെണിയുടെ ഭാഗമാണ് നമ്മുടെ ഒരു പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും കുറഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ. നമ്മളൊരു പ്രയാസം, ഒരു പ്രതിസന്ധി, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, ഒരു സഹനം വരുമ്പോ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ പ്രേരണ എടുത്തിട്ട് ആ പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ട കൂടുതൽ പ്രാർത്ഥന നടത്തണം. നിങ്ങൾക്കൊരു മുട്ടുവേദന വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആണോ അല്ലയോ? ഒരു കൊച്ചിന് പരീക്ഷാ വിജയത്തിന് 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് 8ലോ പഠിക്കുന്ന കൊച്ചിന്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടി പഠിക്കുന്ന തീഷ്ണതയോടെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഏകജാതൻ ക്യാൻസർ മൂലം ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? പ്രാർത്ഥന അളവ് കൂടിയോ കുറഞ്ഞോ? കൂടി. അപ്പൊ പ്രശ്നത്തിന്റെ അളവ് കൂടുമ്പോ പ്രാർത്ഥനയുടെ അളവ് കൂടണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ഈ കൂട്ടായ്മയിലുള്ള നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഉള്ള പ്രശ്നത്തിന്റെ അളവ് വെച്ച് നോക്കിയാൽ ഇപ്പോഴുള്ള പ്രാർത്ഥന മതിയോ? ജീവിത പങ്കാളിയുടെ മദ്യപാനം കൊണ്ട് സഹിക്കാൻ പറ്റണില്ല ചാച്ചാ, അത് കുട്ടിച്ചു വന്നിട്ട് പേക്കൂത്ത വീട്ടിൽ. പിന്നെ അപ്പനാണോ അമ്മയാണോ ജീവിത പങ്കാളിയാണോ കുഞ്ഞുങ്ങളാണോ ഒന്നും നോട്ടുമില്ല. ഈ സാധനം ഉള്ളിലേക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് പുള്ളിക്കും അറിയത്തില്ല. ഇങ്ങനൊരു പ്രശ്നം, ഈ പ്രശ്നം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറച്ചു നാളുകളായി, ഏതാനും വർഷങ്ങളായി അതേക്കുറിച്ച് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലുള്ളവരെല്ലാം ഭാരപ്പെടും. ജീവിത പങ്കാളി ഒമ്പരപ്പെടാൻ തുടങ്ങും, മക്കൾ വേദനിക്കാൻ തുടങ്ങും, കുടുംബാംഗങ്ങൾ അതേക്കുറിച്ച് ഭാരപ്പെടാൻ തുടങ്ങും, അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. അതിനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമുക്കതല്ലേ ചെയ്യാൻ പറ്റും? നമ്മൾ പങ്കാളിയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു വലിയ കൺവെൻഷൻ നടക്കാം, സഹോദരൻ ഒരു സഹോദരി കൂടി പ്രാർത്ഥിക്കാമെന്നാണ്. ചേട്ടനാണ് ആദ്യം കയറിയത്. ചേട്ടനകത്തേക്ക് കയറി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ശരിക്കും പ്രാർത്ഥിക്കണം, മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മളോട് ഇന്ന് തീരുമാനിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ എളുപ്പമാണ്. നമ്മളൊരു തീരുമാനം എടുത്താൽ ബാക്കി ദൈവം ചെയ്തോളും. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി. അച്ഛാ എന്റെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ടല്ല, എന്റെ പെണ്ണുപിള്ളയുടെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ട്. അതേയല്ല, എന്റെ പുള്ളിക്കാരത്തി പുറത്ത് നിൽപ്പുണ്ട്, അടുത്തത് പുള്ളിക്കാരത്തി വരും. അപ്പൊ പുള്ളിക്കാരത്തി വരുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തിക്ക് കൗൺസിലിങ്ങിന് അച്ഛൻ പറയേണ്ട കാര്യങ്ങള് നേരത്തെ പുള്ളി പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോ അവള് പറഞ്ഞില്ല എന്നിരിക്കും, പറയാൻ മറന്നുപോയാൽ അച്ഛനൊക്കെ മനസ്സിൽ കുടിച്ചോളാം. എന്നിട്ട് അച്ഛനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അച്ഛൻ ഡെയിലി വെള്ളമടിയാ, എന്റെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം. അത് ഈ പുള്ളിക്കാരത്തിനെ വിളിപ്പിച്ച് ആദ്യത്തി ഞാൻ പിന്നെ രണ്ടുപേരെ കൂടി കണ്ടു. പുള്ളിക്കാരത്തി മദ്യപാനം തുടങ്ങാനുണ്ടായിരുന്ന കാരണം പറഞ്ഞു കേട്ടാൽ നമുക്ക് ഇച്ചിരി വരും. അത് നല്ല മദ്യപാനം. പുള്ളി ഡെയിലി കുടിക്കും, ജോലി ഉണ്ടെങ്കിലും കുടിക്കും, ഇല്ലെങ്കിലും അവിടെ കുടിക്കും. കുടിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കുക. ചിലവരങ്ങനെയാണല്ലോ, ചിലവരല്ല. പിശാചിന്റെ ഏറ്റവും വലിയ കെണിയാണ് ആരിലൂടെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുറിക്കുക. പിശാചിന്റെ ഏക ലക്ഷ്യമുള്ളൂ, ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ പിശാചിന്റെ എൻട്രി തന്നെ ദൈവവുമായിട്ട് ആദിമാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആ ബന്ധത്തെ മുറിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥനാ ജീവിതത്തെ പിശാച് മുറിക്കും. അതാണ് പിശാചിന്റെ ലക്ഷ്യം. ഒരു പ്രശ്നം വരുമ്പോ അത് ആദ്യം അഫക്ട് ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതമായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോയി, നമ്മൾ ഇന്നിനിപ്പോ പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഇന്നിപ്പോ 3-4 പള്ളികളിൽ കയറി ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതിന് പ്രാർത്ഥനയൊന്നും വേണ്ട, കുടുംബ പ്രാർത്ഥനയൊന്നും വേണ്ട. ഇനി പോയി അപ്പച്ചേട്ടൻ അങ്ങനെ എങ്ങനെയാ വീട്ടിൽ പ്രാർത്ഥിക്കാതെ എങ്ങനെയാ? നമ്മൾ അവിടെ ഇവിടെ കാണുന്നത് നമ്മുടെ വീടിന് സംരക്ഷണം വേണ്ട, അപ്പൊ വീട്ടിലല്ലേ പ്രാർത്ഥിക്കണ്ടേ? എന്നൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു രഹസ്യം ചൊല്ലിയാണ് അവസാനിപ്പിക്കാം. അഞ്ചനുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു മസാല പരുവത്തിലാക്കിയിട്ട് ഒരു രഹസ്യം ചൊല്ലി, അപ്പൊ എല്ലാവർക്കും സന്തോഷം. പാകോട്ട് ഒരു രഹസ്യം നോക്കോ. എന്നാ പ്രശ്നം ജീവിതത്തിലുണ്ടായാലും അതാദ്യം അടിക്കുന്നത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെയാണ്.